ശബ്ദം കുഴപ്പമില്ലല്ലോ? ഇല്ല, നന്നായിട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ. ദൈവത്തിന് സ്തോത്രം. മഹാനും ഭയങ്കരനുമായ നമ്മുടെ ദൈവവചനത്തിലെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം ഒരു പുസ്തകത്തിന്റെ ദൈവമാണ്. നമ്മൾ തിരുവെഴുത്തുകളായി സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന് ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന് ഒരു പുസ്തകവും നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു ദൈവവും നമുക്കുണ്ട്. ആ പുസ്തകം പരിചയപ്പെടുത്തുന്ന ത്രിയേക ദൈവത്തെയാണ് ഈ സന്ധ്യയിലും നാം സ്തുതിച്ച് വന്ദിക്കുന്നത്. ആ കർത്താവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളും എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവിന്റെ ദാസന്മാർക്കും വിശേഷിച്ച് നമുക്കിതുവരെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരുന്ന പ്രിയ എബ്രഹാം ജോസഫ് പാസ്റ്ററിനും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1-2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാം ഒരുമിച്ച് വീണ്ടും സഭയും മഹാപീഡനവും എന്ന വിഷയത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തുകൊണ്ട് ദൈവസഭ മഹാപീഡനം ഒഴിഞ്ഞു പോകും എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് or why the church will escape from the tribulation. ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് പീഡനത്തിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കും എന്നല്ല, പീഡനത്തിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിക്കും എന്നാണ്. അങ്ങനെ നാം ചില കാരണങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തുകയുണ്ടായി തിരുവെഴുത്തിൽ നിന്ന്. എത്ര കാരണങ്ങളായിരുന്നു? നമ്പർ വല്ലതും ഇട്ടോ? എന്റെ നമ്പറിങ് ശരിയല്ല. 10. ഓക്കെ. വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ വ്യത്യസ്തമായുള്ളത് കിട്ടിക്കാണും, സാരമില്ല. ഓക്കെ. എന്നാലും 10ഓളം കാരണങ്ങൾ നാം കാണുകയുണ്ടായി. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സമയം തീരാറായതുകൊണ്ട് നിർത്തുകയായിരുന്നു പെട്ടെന്ന്. ഒന്നുമില്ല എന്ന് നിങ്ങളുടെ മൗനത്താൽ ഞാൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. എങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടെ അതിനോട് കൂട്ടിച്ചേർക്കും. The will of Christ for the church. എന്തുകൊണ്ട് ദൈവസഭ മഹാപീഡനത്തിൽ കടക്കുകയില്ല? അടുത്ത ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള അഭിലാഷം അതാണ്, ഇച്ഛ അതാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ ഹിതം നമ്മെക്കുറിച്ച്. ദൈവത്തിന്റെ വാഗ്ദത്തം, ക്രിസ്തുവിന്റെ വാഗ്ദത്തം ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനോട് ഒത്തുനിൽക്കുന്നതാണ്, എങ്കിലും വ്യത്യസ്തമാണ്. ദിസ് ഈസ് the will of Christ for the church that we may get away from them. നാം ഇവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ളത് യേശുക്രിസ്തുവിന് നമ്മെക്കുറിച്ചുള്ള തിരുഹിതമാണ്. വായിക്കാമല്ലോ, ലൂക്കോസ് 21:34 മുതൽ 36 വരെ. Luke 21:34 to 36.
നിങ്ങളുടെ ഹൃദയം അതാണോ വായിച്ചു അത് തന്നെ. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. കണ്ടോ, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 അധ്യായങ്ങളിൽ യേശുക്രിസ്തു അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ്. അതിലധികവും ഏതാനും ചില വാക്യങ്ങളോ സൂചനകളോ ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം കർത്താവ് ഈ തേജസ്സിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്തെ സംഭവങ്ങളാണ്. അവ പറഞ്ഞു വരുമ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ആ 7 വർഷക്കാലത്തെ മഹാപീഡനത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ് 33 വരെയുള്ള വാക്യങ്ങളിൽ. അവയെല്ലാം പറഞ്ഞിട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു എന്തൊക്കെയാണ്? ആ ദിവസം, കർത്താവിന്റെ വരവിന്റെ ദിവസം, അതാണ് ആ ദിവസം, ദാറ്റ് ഡേ, നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും. രണ്ടാമത് കർത്താവിന്റെ ഹിതം പറയുകയാണ്, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും നിങ്ങൾ ഒഴിവുള്ളവരായിരിക്കണം. ഈ സംഭവിപ്പാനുള്ളതിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ മുകളിൽ പറഞ്ഞ ഇസ്രായേലിന്റെ യഥാസ്ഥാനത്വത്തിനായി അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന ആ സംഭവ പരമ്പരകളൊന്നും യേശുവിന്റെ ശിഷ്യന്മാരെ ബാധിക്കരുതെന്ന്, യേശുവിന്റെ ശിഷ്യന്മാർ അവയിൽ നിന്നെല്ലാം ഒഴിവുള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. മൂന്നാമത്തെ കാര്യം യേശു ഇവിടെ പറയുന്നു, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകണം. അപ്പോൾ 3 പ്രധാന കാര്യങ്ങൾ യേശു തന്റെ ആഗ്രഹം സഭയെക്കുറിച്ച്, തന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ളത് അറിയിച്ചു. ഒന്ന്, കർത്താവിന്റെ ദിവസം പെട്ടെന്ന്, ആ നാൾ പെട്ടെന്ന് കെണി പോലെ തന്റെ ശിഷ്യന്മാർക്ക് വരരുത്. 2, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഒഴിവുണ്ടാകണം. അവർ അതിൽ നിന്നും രക്ഷപ്പെടണം. 3, അവർ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകണം. മനുഷ്യപുത്രൻ ആരാണെന്നൊന്നും ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ ഒരു മെസ്സിയാനിക് ടൈറ്റിലാണ്. യേശുക്രിസ്തുവിന്റെ മശിഹ എന്ന നിലയിൽ ഒരു പേരാണ് മനുഷ്യപുത്രൻ. യേശുവിന്റെ മനുഷ്യത്വത്തെ മാത്രം എടുത്തു കാണിക്കുന്ന ഒന്നല്ലത്. മനുഷ്യത്വത്തെ ആ പേര് അർത്ഥമാക്കുന്നുണ്ടെങ്കിലും മനുഷ്യപുത്രൻ എന്നുള്ളത് തൻ്റെ മനുഷ്യത്വത്തെക്കാൾ അധികം തൻ്റെ മഷിഹാത്വത്തെ എടുത്തു കാണിക്കുന്നതാണ്. ഒരു മഷിഹൈക പദമാണ്, മഷിഹൈക നാമമാണ് മനുഷ്യപുത്രൻ യേശുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. യേശു അധികവും തന്നെപ്പറ്റി പരിചയപ്പെടുത്തിയതും മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ യേശു കർത്താവ് സഭയെപ്പറ്റി, യേശുവിന്റെ ശിഷ്യന്മാരെ പറ്റി ആഗ്രഹിച്ചു. ഈ ആഗ്രഹം കർത്താവിന്റെ സഭയെക്കുറിച്ച് കർത്താവിനുള്ളത് കൊണ്ട് ആ ആഗ്രഹത്തിന് വിപരീതമായി സഭ മഹാപീഡനത്തിലൂടെ പോകും എന്ന് പഠിപ്പിക്കുന്നത്, വിശ്വസിക്കുന്നതും ഭോഷത്വമാണ്. അത് ഉചിതമല്ല.
അത് ഉചിതമല്ല. സ്തോത്രം. നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹമാണ്. കർത്താവിന്റെ ആഗ്രഹം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 11ാമത്തെ ഒരു കാരണം. നിങ്ങൾ ഇട്ടിരിക്കുന്ന നമ്പർ അനുസരിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല. എന്നും പറയുന്നത് പോലെ നമ്പറുകളിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കും. എല്ലാം ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ പറയണോ? ഇപ്പോൾ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടുള്ളൂ. ആ പോയിന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ദൈവസഭ മഹാപീഡനത്തിലൂടെ പോകില്ല എന്ന് പറയാൻ വിശ്വസിക്കാനുള്ള കാരണം ക്രിസ്തുവിന് സഭയെ പറ്റിയുള്ള ആഗ്രഹം, ക്രിസ്തുവിന് സഭയെ പറ്റിയുള്ള തിരുഹിതമാണത്. സഭ മഹാപീഡനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അതിനുള്ള യേശുക്രിസ്തുവിന്റെ മനസ്സ് തുറന്നതാണ് ലൂക്കോസ് 21:34 മുതൽ നമ്മൾ വായിച്ചത്. അവിടെ 3 കാര്യങ്ങളാണ് യേശു പറയുന്നത്. ഒന്ന്, കർത്താവിന്റെ വരവിന്റെ ദിവസം നമുക്ക് യേശുവിന്റെ ശിഷ്യന്മാർക്ക് പെട്ടെന്ന് കെണി പോലെ വരാൻ പാടില്ല. അയ്യോ ഞാന് അറിഞ്ഞില്ലല്ലോ, അയ്യോ പെട്ടുപോയല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. എന്നൊന്നും നമുക്ക് വരുവാനിടയാകും. ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെയുള്ള ഞങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ പാസ്റ്ററുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചു വന്നപ്പോൾ പറയുകയായിരുന്നു, കുറെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കുടുംബമായ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് യാത്ര തിരിച്ചു. റിസർവേഷൻ ഉണ്ട്. പാസ്റ്ററും ഭാര്യയും അവരുടെ കൂടെ നിൽക്കുന്ന ചർച്ചിലെ ഒരു പെൺകുട്ടിയും അവരുടെ 3 മക്കളും, പാസ്റ്ററിന്റെ 3 മക്കളും, അങ്ങനെ ഇവര് 6 പേര്. ഇവർ 6 പേരുടെയും റിസർവേഷൻ ടിക്കറ്റ് പാസ്റ്ററുടെ കയ്യിൽ, ലഗേജുകളും എല്ലാം പാസ്റ്ററുടെ കയ്യിൽ. പാസ്റ്ററും മോനും ഒരുമിച്ച്, പാസ്റ്ററുടെ വൈഫും 2 പെൺമക്കളും ചർച്ചിലെ ആ സഹോദരിയും അവരൊരുമിച്ച്. മക്കളെല്ലാം കുഞ്ഞുങ്ങളാ. ഇവർ ചിന്തിച്ചിരുന്നു, പാസ്റ്റർ കരുതിയിരുന്നു, ടിക്കറ്റ് നോക്കിയില്ല, ടിക്കറ്റ് വണ്ടി ന്യൂഡൽഹി സ്റ്റേഷനിൽ നിന്നാണ്. പക്ഷേ വണ്ടി ആനന്ദ് വിഹാർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിന്നുമായിരുന്നു. ഭാര്യയും മക്കളും ഒരു ഓട്ടോയിൽ കയറി അവിടേക്ക് പോയി. പാസ്റ്ററും മോനും അറിഞ്ഞില്ല. അവരിവിടെ തപ്പി. ഒടുവിൽ പറഞ്ഞാൽ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നവരും ട്രെയിനിൽ കയറി. ടിക്കറ്റ് ട്രെയിനിൽ കയറാൻ പറ്റാതെ വിട്ടുപോയ ഭർത്താവിന്റെ കയ്യിൽ. പുറകെ വന്നൊരു വണ്ടിക്ക് ടിക്കറ്റ് പോലും വേറെ എടുക്കാതെ ചാടിക്കയറി. ഇറങ്ങാനുള്ള സ്റ്റേഷന്റെ 1-2 സ്റ്റേഷന് പുറകിൽ വരെയുള്ള ഒരിടത്തും ടിക്കറ്റ് എക്സാമിനർ വന്നില്ല. ഇറങ്ങുന്നതിന് 10 കിലോമീറ്റർ പുറകിലുള്ള ഒരു സ്റ്റേഷനിൽ വന്നപ്പോൾ TT പിടിച്ചു. മറ്റേ ടിക്കറ്റ് കാണിച്ചു, പറഞ്ഞു നടക്കത്തില്ല, പെനാൽറ്റി അടയ്ക്കണം. അവിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങാറായപ്പോൾ പെട്ടെന്ന് പിടിവീണു. പെട്ടെന്ന് നിനയാത്ത നാഴികയിൽ. യേശുക്രിസ്തുവിന്റെ വരവും പലർക്കും ഇതുപോലെയാ. അയ്യോ അറിഞ്ഞില്ലല്ലോ, ഇതുവരെ എല്ലാം ഉണ്ടായിരുന്നു, എൻ്റെ ലൈസൻസ് ഇന്നലെ വരെ വാലിഡ് ആയിരുന്നു, റിന്യൂ ചെയ്യാൻ വിട്ടുപോയി, ഇന്ന് എന്നെ പോലീസ് പിടിച്ചു, അയ്യോ പെട്ടെന്നായിരുന്നല്ലോ. ഇതൊക്കെ അല്പം സമാധാനമുള്ള കാര്യമായി പറഞ്ഞത്.
ഒരു പെനാൽറ്റി അടച്ചായാലും രക്ഷപ്പെടാം. പക്ഷേ കർത്താവിന്റെ വരവ് പെട്ടെന്ന് കെണി പോലെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒഴികഴിവുകളില്ല. നോ ഓൾട്ടർനേറ്റീവ്സ്, നോ കോംപ്രമൈസസ്, നോ കോമ്പൻസേഷൻസ് if once we are left out. So that's why Christ was warning the disciples. The day when Christ comes should not be a snare for you, and that also at once. രണ്ടാമത് കർത്താവിന്റെ ഹിതം അറിയിച്ചതാണെന്ത്? ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാൻ. So Christ really wished, or he wills, that we should escape from all those things that are mentioned up to verse 32. അപ്പോൾ അവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുക. കർത്താവ് അവിടെ പറഞ്ഞ കഷ്ടാനുഭവങ്ങളുടെ, ഗ്രേറ്റ് ട്രിബുലേഷന്റെ ആ ഭാഗങ്ങൾ, ആ സംഭവങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം. സ്തോത്രം, ഒഴിഞ്ഞിരിക്കണം. That we should be accounted worthy to escape all these things. We should be accounted worthy to escape all these events mentioned up to verses 32. മൂന്നാമതാണ് പറഞ്ഞത്, we should be counted worthy to stand before the presence of the Son of Man. ഇത് ദൈവത്തിന്, യേശുക്രിസ്തുവിന് സഭയെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. സ്തോത്രം. സഭയെക്കുറിച്ചുള്ള അഭിലാഷമാണ്. ക്രിസ്തുവിന്റെ ഹിതമാണ് നമ്മെക്കുറിച്ചുള്ളത്. അങ്ങനെ കർത്താവ് സഭയെക്കുറിച്ച്, തൻ്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയെക്കുറിച്ച്, തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന സഭയെക്കുറിച്ച്, തൻ്റെ നിവാസ സ്ഥാനമായി പണിതുകൊണ്ടിരിക്കുന്ന സഭയെക്കുറിച്ച് യേശുക്രിസ്തുവിനുള്ള അഭിലാഷമാണ്, ഹിതമാണിത്. ഈ ഹിതത്തിന് വിപരീതമായി സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകും എന്ന് പറയുന്നത് ഭോഷത്വമാണ്, യുക്തിരഹിതമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വ്യക്തമായി കാണുക. സഭാ മഹാപീഡനത്തിലൂടെ പോകും എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ഒരു വാദം ഇതിനോട് ചേർത്ത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു, സഭയെക്കുറിച്ചുള്ള തിരുഹിതം, യേശുക്രിസ്തുവിന്റെ ഇഷ്ടം. ലൂക്കോസ് 21 നിന്ന് വായിച്ചു. അതിനെ കൗണ്ടർ ചെയ്യുന്ന, അതിനെ ബദലായിട്ട് മഹാപീഡനത്തിലൂടെ സഭ പോകും എന്ന് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ എടുക്കുന്ന യേശുവിന്റെ തിരുഹിതം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം, അതും കൂടെ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, യോഹന്നാൻ 17. അതിന്റെ 9 മുതൽ 9-ാമത്തെ വാക്യം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി എത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന അപേക്ഷകൾ. ഇനിയും അതിന്റെ 11. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ,
അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നമ്മൾ ഈ പ്രാർത്ഥനയെ മുഴുവനും എടുത്ത് പഠിക്കുന്നില്ല, അത് നിങ്ങൾക്ക് വിടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശേഷ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് പല ഭാഗങ്ങളുണ്ട്, പല വിഷയങ്ങൾ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനാ വിഷയമാണ് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അടുത്ത വാക്യവും കൂടെ. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. സ്തോത്രം. അപ്പോൾ യേശു ദൈവസഭയുടെ ദൈവസഭാംഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു. So Christ is interceding to the Father for the church, that the Father may the Father protect them, safeguard them. എന്നിട്ട് അതിന്റെ 13ാമത്തെ വാക്യവും കൂടി 15ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഈ വാക്യം എടുത്തുകൊണ്ടാണ് മഹാപീഡനത്തിലൂടെ സഭ പോകും എന്ന് യേശു ഉദ്ദേശിച്ചതായിട്ട് പോസ്റ്റ് ട്രിബുലേഷണലിസംകാര് വാദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് സഭ പോകില്ലെന്ന് പഠിക്കുന്നതോടൊപ്പം പോകുമെന്ന് പറയുന്നവരുടെ വാദങ്ങളെയും കൂടെ എടുത്ത് പഠിക്കുന്നുണ്ട്. അതിൽ അവർ ഉന്നയിക്കുന്ന ഒരു വാദമാണിത്. നമ്മളിത് പഠിച്ചില്ലെങ്കിൽ നാളെ ഈ വാദവുമായി മറ്റൊരാൾ നമ്മുടെ അടുക്കൽ വന്നാൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങൾ കൂടെ നമ്മൾ ചിന്തിച്ചു പോകാം. അപ്പോൾ യേശു കർത്താവ് 11ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു, നമ്മെ കാത്തുകൊള്ളണം, അല്ലെങ്കിൽ നമ്മെ സൂക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് 15ലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ആ സൂക്ഷിപ്പിന്റെ അർത്ഥം കാത്തുകൊള്ളണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തല്ല? ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല. പിന്നെന്താണ്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ. അപ്പൊ ഈ ഒരു വാക്യം എടുത്തിട്ട് ക്രിസ്തുവിന്റെ ആഗ്രഹം മഹാപീഡനം നടന്നുകൊള്ളട്ടെ, പക്ഷേ ആ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ. ഇവിടെ ദുഷ്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് നമുക്കറിയാമല്ലോ, സാത്താനെയാണ്. യേശു ക്രിസ്തു യോഹന്നാൻ 17:15 ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെ കുറിച്ച്. ആ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ എനിക്കുള്ളവരെ നീ സൂക്ഷിച്ചു കൊള്ളണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സൂക്ഷിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? പീഡനങ്ങൾ കൂടാതെ കരുതണമെന്നാണോ? കഷ്ടങ്ങളൊന്നും അവർക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നാണോ? അല്ല. അതിനാണ് നമ്മൾ അതിന്റെ 12ാമത്തെ വാക്യം വായിച്ചത്. സൂക്ഷിക്കുക എന്നതിനർത്ഥം നശിച്ചു പോകാതെ അവരെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന സൂക്ഷിക്കുക എന്നതിന്റെ അർത്ഥം 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ ഭൂമിയിൽ ലോകത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് തന്നിട്ടുള്ളവരെ, നീ എനിക്ക് തന്ന
നിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുവിന്റെ, എന്റെ നാമത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവരെ കാത്തുകൊണ്ടിരുന്നു. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. എങ്ങനെ സൂക്ഷിച്ചു? പിശാചിന് അവരുടെ വിശ്വാസത്തെ പാറ്റിക്കളവാൻ ശത്രുവിന്റെ കയ്യിൽ, ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ സൂക്ഷിച്ചു. എന്നിട്ട് ഒരുത്തൻ നശിച്ചുപോയി. ആരാ നശിച്ചത്? നാശയോഗ്യൻ. ജൂഡാസ്. അവനെ യേശു ഇവിടെ വിളിക്കുന്നത് നാശയോഗ്യൻ. നാശയോഗ്യൻ. നാശയോഗ്യനായ അവൻ നശിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം പീഡനത്തിൽ അകപ്പെട്ടെന്നല്ല. ദുഷ്ടൻ വരുത്തിയ പീഡകളിൽ അവൻ അകപ്പെട്ടെന്നല്ല. പകരം ദുഷ്ടന്റെ ഇഷ്ടത്തിന് അവൻ ഏൽപ്പിക്കപ്പെട്ടു. ദുഷ്ടൻ അവനെ അവന്റെ കയ്യിലെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിച്ചു. അവൻ കർത്താവിൽ നിന്ന് അകന്നു. അവൻ നശിച്ചുപോയി. അപ്പോൾ ഇവിടെ പറയുന്ന സൂക്ഷിപ്പ്, ഇവിടെ പറയുന്ന കാവൽ എന്തല്ല അർത്ഥമാക്കുന്നത്? മഹാപീഡനത്തിൽ നിന്ന് രക്ഷിക്കുകയല്ല. പീഡകളോ എതിർക്രിസ്തുവിന്റെ ഭരണമോ സാത്താൻ കൊണ്ടുവരുന്ന കഷ്ടപ്പാടുകളോ കൂടാതെ ഇവരെ വിടുവിക്കണമെന്നല്ല. പകരം യൂദാസ് നശിച്ചുപോയതുപോലെ, ഇസ്കറിയോത്ത യൂദ സാത്താന്റെ കയ്യിലെ ആയുധമായതുപോലെ, അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് നാശയോഗ്യനായതുപോലെ, അവൻ നശിച്ചു പോയതുപോലെ, എന്റെ ശിഷ്യന്മാരിൽ ആരും എന്ത് ചെയ്യരുത്? സാത്താന്റെ ഇഷ്ടത്തിന് വശംവദരായിട്ട് അവർ എന്നിൽ നിന്നും നിന്നിൽ നിന്നും അകന്ന് നഷ്ടപ്പെട്ടവരായി തീരരുത്, നശിച്ചു പോകരുത് എന്നാണ്. ലോകത്തിൽ നിന്ന് അവരെ അങ്ങ് എടുക്കണം എന്ന് വെച്ചാൽ ഉൽപ്രാവണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉൽപ്രാവണം എന്നുള്ളതല്ല യേശു ഉദ്ദേശിച്ചത്. കഷ്ടതയിലൂടെ പോകട്ടെ, പക്ഷേ ദുഷ്ടൻ തൊടാതെ അവരെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അല്ല, അതല്ല ഇവിടുത്തെ അർത്ഥം. രണ്ടാമത് നമുക്ക് ആ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരികയാണ്. ഞാൻ നിന്റെ അടുക്കൽ വരികയാണ്. ഇനിയുള്ള കാര്യം, ഇനിയുള്ള കാലം അവർ ഒറ്റയ്ക്കാണ് ലോകത്തിൽ. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. മീൻസ് ക്രൈസ്റ്റ് വാസ് അബൌട്ട് ടു ബി അസെൻഡഡ്. Christ was no longer with the disciples on earth as he was. ഇതുവരെ കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്നത് പോലെ ഇനിയും ശിഷ്യന്മാരോടൊപ്പം ലോകത്തിൽ അക്ഷരീക സാന്നിധ്യം കൊടുക്കുന്നില്ല. പിതാവിന്റെ അടുക്കലേക്ക് യേശു ആരോഹണം ചെയ്യുവാൻ പോവുകയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവരുടെ ഏത് വിഷയങ്ങൾക്കും ഞാൻ പരിഹാരകനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. അവരെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ അങ്ങ് വരികയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമേ? അങ്ങിവരെ സൂക്ഷിക്കണമേ.
പക്ഷെ അവർ ഇപ്പോഴും എവിടെ തന്നെയാണ്? അവർ ലോകത്തിലിരിക്കുന്നു. അവർ ലോകത്തിലിരിക്കുന്നു. ഞാൻ അങ്ങ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഇനിയും ലോകത്തിൽ തന്നെയാണ്. അത് യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം യേശു ശിഷ്യന്മാരെ വിട്ടുപിരിഞ്ഞ അനന്തരമുള്ള സംഭവമാണ്. അല്ലാതെ ഇതിന് ഉൽപ്രാപണവുമായിട്ടോ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായിട്ടോ ഒരു ബന്ധമില്ല. ഈ വാക്കുകൾക്ക്, ഈ പ്രാർത്ഥനയ്ക്ക് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവുമായിട്ടാണ് ബന്ധം, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായിട്ടല്ല. മടങ്ങിവരവുമായിട്ടല്ല. അതുകൊണ്ട് പോസ്റ്റ് ട്രിബുലേഷണലിസ്റ്റ്, മഹോപദ്രവശേഷമേ സഭയെടുക്കപ്പെടുകയുള്ളൂ എന്ന് വാദിക്കുന്നവർ പറയുന്ന അർത്ഥമോ പശ്ചാത്തലമോ അല്ല ഈ വാക്യത്തിനുള്ളത്. ഓരോ ക്രിസ്ത്യാനിയുടെയും ലോക ജീവിതത്തിൽ വെച്ച് അവരാരും പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ ലോകത്തിൽ ജയകരമായ ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിലെ വിശ്വസ്തമായ ജീവിതം നയിക്കണം എന്നാണ് യേശു ഇവിടെ അർത്ഥമാക്കിയത്. മറുവാദികൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു വാക്യമാണ്. എന്നാൽ അതിന്റെ ശരിയായ അർത്ഥം നാം മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായും കർത്താവിന്റെ ഇഷ്ടമാണ് നാം ആരും പിശാചിന്റെ കയ്യിൽ അകപ്പെടരുത്. We should not be instruments in the hands of the devil. We should not be get separated from God. Getting separated from God is absolutely destruction. കർത്താവിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ നാശം, നശിച്ചു പോവുക എന്നാണ് അർത്ഥം. അങ്ങനെ നാം ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിച്ചത്. വ്യക്തമാണോ? എന്തെങ്കിലും സംശയം ഇതുവരെ? ഒന്നുമില്ലെങ്കിൽ ഈ 11ാമത്തെ സംഗതി, യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ക്രിസ്തുവിന്റെ ഇഷ്ടമാണ് സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ദൈവസഭ ഒഴിവുള്ളവരായിരിക്കുക. അവയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് എന്ത് വേണം? മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകണം. സ്തോത്രം. ശരി, ഇത്രയും വ്യക്തമാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യവും കൂടെ നോക്കാം. സ്തോത്രം. ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ല എന്ന് ഒരു വാക്യം പോലുമില്ല എന്നാണ് എതിർവാദികൾ ഉന്നയിക്കുന്നത്. The post-tribulationalists often argue that there is no even a single verse that directly speaks about a pre-tribulation rapture of the church. മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോകുമെന്ന് വാദിക്കുന്നവർ
ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് സഭയ്ക്ക് മഹാപീഡനം ഇല്ലെന്ന് പറയുന്ന ഒരു വാക്യം പോലും ശക്തമായിട്ടില്ല എന്ന്. അതിനുള്ള മറുപടി എന്നവണ്ണം ഇതിനു മുമ്പുള്ള പല വാക്യങ്ങളും നാം ഉദ്ധരിച്ചത് തന്നെ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് ഉദ്ധരിക്കുന്നു. തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പല വാക്യങ്ങൾ സഭയ്ക്ക് മഹാപീഡനം ഇല്ല എന്ന് തെളിയിക്കുവാൻ പര്യാപ്തമായ വാക്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വായിച്ച ലൂക്കോസ് 21-ന്റെ 35-ഉം 36-ഉം വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ. ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടത്. ആ വാക്യം തന്നെ നമ്മെ കൃത്യതയോടെ പഠിപ്പിക്കുന്നു. മുകളിൽ പറഞ്ഞ സംഭവ വികാസങ്ങളിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കണം എന്നാണ് കർത്താവിന്റെ ആഗ്രഹം. ഈ ഇപ്പോഴത്തെ പോയിന്റ് 12-ാമത്തെ ആയിരിക്കും. 12-ാമത്തെ ഈ പോയിന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. എതിർവാദികളുടെ ആരോപണത്തെ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അവരുടെ ആരോപണം എന്താണ്? മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നതിന് ഒരു വാക്യം പോലും ബൈബിളിൽ ഇല്ല. അത് ശരിയാണോ എന്ന് നോക്കിയ ഒന്നാമത്തെ വിഷയത്തിൽ തന്നെ അത് തെറ്റാണെന്ന് കണ്ടു. തിരുവെഴുത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നേരിട്ടുള്ള ചില വാക്യങ്ങളാണ് ലൂക്കോസ് 21-ന്റെ 34 തൊട്ട് 36 വരെ ഉണ്ട്. വിശേഷിച്ച് 35-ന്റെ അവസാനം 36-ാമത്തെ വാക്യം. ഇതിനു മുൻപ് നമ്മൾ വായിച്ച 1 തെസ്സലോനിക്കർ 1-ന്റെ 10-ാമത്തെ വാക്യം. 1 Thessalonians chapter 1 verse 10. നാം അവിടെ വായിക്കുന്നത്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശു. അപ്പോൾ ഇവിടെയും നാം കാണുന്നത് നമുക്ക് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിവുണ്ടെന്നാണ്. എന്നാൽ അതിനും മറുവാദം മറുകക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അവര് പറയുന്നത് ഇവിടുത്തെ കോപദിവസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ വരുവാനുള്ള കോപം എന്ന് പറയുന്നത് ന്യായവിധി ദിവസമാണെന്ന്. വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിയാണെന്നാണ് അവർ ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന്. അതേ വാദം തന്നെ എടുത്താലും ഈ മഹാപീഡനം എന്നുള്ളതും എന്ത് തന്നെയാണ്? ന്യായവിധിയാണ്. ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരെ കർത്താവ് ന്യായം വിധിക്കുന്ന ന്യായവിധിയാണത്. എന്താണ് മഹാപീഡനം? It is the judgment of the nation Israel, not Israel as persons, but as nation. മഹാപീഡനം എന്ന് പറയുന്നത് ഇസ്രായേലിലെ വ്യക്തികളെ വ്യക്തിപരമായി വിധിക്കുന്നതല്ല, ഇസ്രായേലിനെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ന്യായം വിധിക്കുന്ന ന്യായവിധി നാളുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിലും അവർ പറയുന്ന ആ വാദം എടുത്താലും നമുക്ക് 1 തെസ്സലോനിക്കർ 1-ന്റെ 10-നെ മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോവുകയില്ല എന്നതിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന നേരിട്ടുള്ള ഒരു വാക്യമാണ്. വ്യക്തമാണോ ഇത്രയും കാര്യം? വിശദീകരണം ആവശ്യമുണ്ടോ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിൽ? ഇല്ലല്ലോ. അതുപോലെ 1 തെസ്സലോനിക്കർ തന്നെ 5-ാമത്തെ അധ്യായത്തിൽ
1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് തന്നെയാണ്. കർത്താവ് അല്ലെങ്കിൽ തിരുവെഴുത്ത് നമ്മോട് നേരിട്ട് പറയുകയാണ്. 5-ാം അധ്യായത്തിന്റെ 1 തൊട്ട് ഏതാണ്ട് 11 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയാം. പ്രത്യേകിച്ച് അതിന്റെ 10-ാമത്തെ വാക്യം വരെ പറയുന്നുണ്ട്. സ്തോത്രം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. കണ്ടോ, കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് ചിലർക്ക് നാശത്തിന്റെ നാളാണ്. അവർക്ക് പെട്ടെന്ന് വന്ന് ഭവിക്കുന്നത് കൊണ്ട് തെറ്റിയൊഴിയാവതല്ല. എന്നാൽ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഇവിടുത്തെ ഉണർവും സുബോധവും എന്ന് പറയുന്നത് ആത്മീയമായ ഉണർവും സുബോധവുമാണ്. എന്നാൽ 7-ാം വാക്യത്തിൽ പറയുന്നു, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കും. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉണർന്നിരുന്നാൽ, ഇതിനു മുമ്പ് പറഞ്ഞ ഉണർവ് ആത്മീയമാണെങ്കിൽ, ഈ 10-ാം വാക്യത്തിൽ പറയുന്ന ഉണർന്നിരുന്നാലും എന്ന് പറയുന്നത് ശാരീരികമായി ഉറങ്ങാതിരിക്കുന്നതിനെയാണ്. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശാരീരികമായി ഉറങ്ങുകയാണെങ്കിലും ഉണർന്നിരിക്കുകയാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും നമ്മോട് പറയുന്നത് നമ്മൾ കോപത്തിന്റെ മക്കളല്ല, നമ്മൾ ഇരുളിന്റെ മക്കളല്ല. മനസ്സിലായോ? സ്തോത്രം. നമ്മൾ കോപത്തിന്റെ മക്കളും ഇരുട്ടിന്റെ സന്തതികളും അല്ല. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാണ്. നാം നാശത്തിനല്ല രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ ഈ വാക്യങ്ങളും നമുക്ക് വ്യക്തമായി സൂചന തരുന്നു, ദൈവ സഭ പീഡനത്തിലൂടെ കടന്നു പോവുകയില്ല എന്ന്. അപ്പോൾ കർത്താവ് നമുക്ക് ഉറപ്പു തരുന്ന പീഡനം നമുക്കുണ്ടാവില്ല, മഹാപീഡനം നമുക്കുണ്ടാവില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നാം കാണുന്നത്. സ്തോത്രം. അതുകൂടാതെ നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത് യോഹന്നാൻ 14:3 ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിന്? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അവിടെയും പീഡനത്തിന്റെ യാതൊരു സൂചനകളും നമുക്കില്ല, മഹാപീഠയുടെ ഒരു സൂചനയും നമുക്കില്ല. സ്തോത്രം. മറ്റൊരു വാക്യമാണ് 1 തെസ്സലോനിക്കർ തന്നെ 5:23 വാക്യം, 5:23. അവിടെ നാം കാണുന്നത്
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യന്യമായി വെളിപ്പെടുമാവണ്ണം കാക്കപ്പെടുമാ. സ്തോത്രം. അവിടെയും നമ്മെ കർത്താവിന്റെ ആ വരവിന്റെ ദിവസത്തിൽ നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും സംരക്ഷിക്കുന്ന ഭാഗമാണ്. വേറെയും വാക്യങ്ങളുണ്ട്. സമയം നമ്മുടേത് മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. സ്തോത്രം. അപ്പോൾ മഹാപീഡനത്തിൽ നിന്ന് സഭയ്ക്ക് ഒഴിവുണ്ടെന്ന് പറയുന്ന ഒരു വാക്യം പോലും ഇല്ല എന്ന വാദം തെറ്റ്. ധാരാളം വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിലുണ്ട്. അതിൽ ചിലതാണ് ഇപ്പോൾ കണ്ടത്. ലൂക്കോസ് 21:34 മുതലുള്ള വാക്യങ്ങളും 1 തെസ്സലോനിക്കർ 1:10, 1 തെസ്സലോനിക്കർ 5:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും 5:23 വാക്യം. ഇങ്ങനെ 4 വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു. വേറെയും ചിലതുണ്ട്. അത് നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസം. ആകയാൽ നമ്മുടെ കർത്താവിന്റെ ഹിതം നമ്മെക്കുറിച്ചുള്ളത് എന്തെന്ന് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടെങ്കിലും മഹാപീഡയിൽ നിന്ന് ഒഴിവുള്ളവരായി കർത്താവിനോടുകൂടെയുള്ള നിത്യവാസത്തിന് നമ്മെ തന്നെ ഒരുക്കാം. ഏത് ദിവസവും ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വന്നാലും, ഇന്ന് രാത്രിയിലാണെങ്കിലും അത് നമുക്ക് പെട്ടെന്നും കെണി പോലെയും കുടുക്കായും തീരാതിരിക്കാൻ നമ്മെ തന്നെ ഒരുക്കി ശുദ്ധീകരണത്തോടെ വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.